ഓക്കെ നൂബിൻ ആൻഡ് നീനു, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂന്നാറിൽ നിന്ന്, അതായത് ഭയങ്കര ഹൈ റേഞ്ച് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ഒരു റേഞ്ചുള്ള നടനെ നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാറിലെ ജീവിതവും അതിനുശേഷം ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ കൂടുതൽ സമയം. എങ്ങനെയാണ്, മൂന്നാറാണോ ഇഷ്ടം അതോ ട്രിവാൻഡ്രാണോ ഇഷ്ടം? ഉറപ്പായിട്ടും മൂന്നാർ തന്നെയാണ്. ഉറപ്പായിട്ടും മൂന്നാറാണ് ഇഷ്ടം. അതെ, അവിടുത്തെ ഒരു ശുദ്ധമായ കാറ്റും വായുവും. മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫിൽ അപ്പാർട്ട്മെന്റിലൊക്കെ ജീവിക്കുന്നത്, താമസിക്കുന്നത്. അപ്പൊ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ആൾക്കാരെ എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെന്റ് തൊട്ടപ്പുറം ആരാന്നോ ഒന്നും അറിയില്ല. ഈ നമ്മുടെ നീനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറം, അതായത് ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മലപ്പുറം ഒക്കെ. മലപ്പുറത്തെ വിശേഷങ്ങൾ പറയൂ. ഇപ്പൊ കുറെ നാളായിട്ട് ട്രിവാൻഡ്രം, ഒരു 12 വർഷത്തിൽ കൂടുതലായിട്ട് ട്രിവാൻഡ്രം തന്നെയാണ്. കൂടുതലായിട്ട് ട്രിവാൻഡ്രാണ്. അപ്പൊ കുഞ്ഞിലേ ആയിരുന്നു മലപ്പുറത്ത്? ഞാൻ 3rd സ്റ്റാൻഡേർഡ് വരെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോകും, ഫാമിലി റിലേറ്റീവ്സും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഒരു 2 years അങ്ങനെയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് പോകും, വിസിറ്റ് ചെയ്യും, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് സത്യ എന്ന പെൺകുട്ടിയില് ബുള്ളറ്റില് ഭയങ്കര മാസ് എൻട്രി ഒക്കെ ആയിരുന്നു. അപ്പൊ തന്നെ ആൾക്കാർ ചോദിച്ചു, ഇത് പെൺകുട്ടി എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ കുറെ പേര് ചോദിച്ചു കാണും. അത് വലിയ ട്വിസ്റ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഡയറക്ടറെ കണ്ടു, ഫൈസൽക്കെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഏതാ പുതിയ പ്രോജക്റ്റ് എന്നൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അപ്പോൾ തമിഴും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫൈസൽക്ക് പറഞ്ഞു നമ്മളിങ്ങനെ സത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിട്ടതാ. പിന്നെ പെട്ടെന്ന് വിളിച്ച് ചെയ്യാൻ പറ്റുമോ ക്യാരക്ടർ, മീൻസ് ഈ ക്യാരക്ടർ മുമ്പും വന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ലായിരുന്നു. കാരണം അറിയാമായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, ഒരു ചലഞ്ചിങ് ക്യാരക്ടറാണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് രണ്ടാമതൊന്നും ചിന്തിച്ചാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ആൺകുട്ടിയായിട്ട് എനിക്ക് ആൺകുട്ടിയായിട്ട് മതിയായിരുന്നു എന്ന കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ആൺകുട്ടിയായിട്ട് മതിയായിരുന്നില്ല, ആൺകുട്ടി തന്നെയാണ്. ഭയങ്കര ആക്റ്റീവാണ്, ഒരു രക്ഷയില്ല. ഓ അത് ശരി. ഞങ്ങള് നേരത്തെയാണ് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്നൊരു 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ദിവസം തന്നെ കമ്പനിയായില്ലേ. അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര ആക്റ്റീവാണ്, ആൺപിള്ളേരെ പോലെ തന്നെയാണ്. ആൺപിള്ളേരെ പോലെ തന്നെ സംസാരിച്ച് ഡ്രസ്സിംഗ്. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടപ്പോ ഭയങ്കര ഒരു പാവം പെൺകുട്ടി പോലെ. ഇത്ര നേരം പുറത്തിരുന്നപ്പോഴും സംസാരിച്ചാൽ മുത്തുപൊഴിയുന്നു. അല്ലേ, കുറച്ചു നേരം പുറത്തിരുന്ന പോലും കലകല അമ്മ ഈ ഡ്രസ്സ് മതി അത് മതിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ ഒരു ലുക്കിലായിരിക്കും വരിക, അതായത് ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും വരിക എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, അത് ആ ഒരു ലുക്കിൽ കണ്ടിട്ട് പെണ്ണായിട്ട് പലരും കാണാത്തതുണ്ട്. ഒരു പെണ്ണിന്റെ ലുക്കിൽ പലരും കണ്ടിട്ടില്ല എന്നുള്ളതുണ്ട്. അപ്പൊ എന്നാ ശരി, റെഡ് കാർപ്പറ്റിൽ വരുമ്പോ ഒരു പെണ്ണിന്റെ ലുക്കിൽ ഈ എന്താ പറയാ, എന്തിനാണ് കരഞ്ഞത്? ഉണ്ണിമൂന്നിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് കരഞ്ഞത് എന്തിനാണ് കുട്ടി? പറഞ്ഞ പോലെ ഉണ്ണിമുഖത്തിനോട് അതൊന്നും ചോദിക്കരുത്. അത് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ആ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ തുറന്നു മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് ജീവിക്കരുത്. അത് ഞാൻ രാവിലെ തലേ ദിവസം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഉണ്ണിമുഖം വരിക എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മളെ കണ്ടപ്പോഴും കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഓക്കെ നമ്മൾ സ്റ്റേജിൽ വരും, അപ്പോൾ കുറേ സംസാരിക്കാൻ കാണും. ആ രീതിയിൽ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിലും ഞാൻ ഡാൻസിന് റെഡിയായി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിലായിരുന്നു, പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ല. അയ്യോ ഇപ്പോൾ വന്നു പോകും എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു എന്നെ നമുക്ക് ആദ്യമേ പരിചയപ്പെടാം, പക്ഷെ അതിനൊന്നും പറ്റായപ്പോൾ പോകും എന്നുള്ളതായപ്പോൾ എനിക്കങ്ങ് അയ്യോ എൻ്റെ പിഞ്ചു മനസ്സ്. അപ്പോൾ ആ പെൺ ഹൃദയം ഉണർന്നതാണ് ആദ്യമായി പെൺ ഹൃദയം. എന്തായാലും ഉണ്ണിമുഖത്തിന് ഈ പ്രോഗ്രാം കാണട്ടെ, എത്രയും പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ മാത്രമല്ല സിനിമയിൽ അഭിനയിക്കാനും കൂടി വിളിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.